വേദപുസ്തകത്തിൽ യായിറോസ് എന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൾ മരിക്കാറായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുവാണ്, എൻ്റെ മകൾ മരിക്കാറായി കിടക്കുന്നു, അത്യാസന്നത്തിൽ കിടക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ സൗഖ്യമാക്കണം, വന്ന് കൈവയ്ക്കണം. ഇത് പറഞ്ഞിട്ട് പോകുന്ന വഴിയിൽ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് വന്നിട്ട് പറയുക, അവൾ മരിച്ചു, ഇനി ബാലെ നീ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഷീസ് ഗോൺ. ഉടനെ യേശു പറഞ്ഞ വാക്കാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. യേശു വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യും. ഫിയർ നോട്ട് ജസ്റ്റ് ബിലീവ്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ നിനക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അന്ന് അത്യാസനത്തിൽ കിടക്കുന്നേ ഉള്ളൂ. ആ ഒരു ഹോപ്പ് മതി മരിച്ചു എന്ന് പറയുന്നതിനെയും ഒരു അത്ഭുതമാക്കി മാറ്റാൻ. അതിനകത്ത് വേറെ ഒരു ലെവൽ ഓഫ് ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യേണ്ട. നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ലയോ? ദാറ്റ് ഐ ആം ഏബിൾ ടു ഹീൽ ഹർ ഫ്രം ദ ഡെഡ് ബെഡ്. ഈ മരണക്കിടക്കിൽ നിന്ന് വിടിവിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇപ്പം മരിച്ചുപോയി, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. എനിക്ക് അവിടെയും അത്ഭുതം ചെയ്യാൻ കഴിയാം, അവിടെയും എൻ്റെ നാമത്തെ ബോധപ്പെടുത്താൻ കഴിയും. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിന്നൊരു മറുപടിയില്ല, ഇതിന്നൊരു വ്യത്യാസം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കും. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ നിമിഷത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്.